നാടോടിക്കാറ്റിലും പട്ടണപ്രവേശത്തിലും ദാസനും വിജയനും കേസുകൾ കണ്ടുപിടിക്കുന്നത് പോലെ എന്തോ ഭാഗ്യം കൊണ്ട് സായി കൃഷ്ണ ആ ഒരു ഡയമണ്ട് കണ്ടുപിടിച്ചു ഫ്രീസറിന്റെ ഉള്ളിൽ നിന്ന്. പിന്നീട് കാണിച്ചു കൂട്ടിയതെല്ലാം ഒന്നിനൊന്ന് മികച്ച മണ്ടത്തരങ്ങളായിരുന്നു. ആദ്യം തന്നെ ഈ ഒരു ഡയമണ്ട് കൊണ്ട് പോകുന്നത് ബിഗ് ബോസിന്റെ അടുത്തേക്കാണ്. ക്യാമറക്ക് മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് പറയാണ്, ബിഗ് ബോസ് ഞാൻ ഈ ഡയമണ്ട് ഫ്രീസറിന്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, എനിക്ക് ഈ ഡയമണ്ടിന്റെ ആവശ്യമില്ല, ഇത് ഞാൻ ശ്രീരേഖ ചേച്ചിക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുമാതിരി മണ്ടത്തരം. അടുത്ത ആഴ്ച നോമിനേഷൻ ഫ്രീ ആവാനായിട്ട് സഹായിക്കുന്ന ഈ ഒരു ഡയമണ്ട് ഈ ഒരു ആഴ്ച പോലും ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനായിട്ട് സാധ്യതയില്ലാത്ത ശ്രീരേഖക്ക് കൊടുക്കാനാണ് ഈ പറയുന്ന സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്ങാൻ സായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ സായി ചെയ്തു വെച്ച ആദ്യത്തെ ആന മണ്ടത്തരം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രയേറെ വാല്യൂബിൾ ആണ് ആ ഒരു സാധനം. അത് കൊണ്ടുപോയി മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാനാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് അത് കണ്ടുപിടിച്ചത് എന്തിനാണ്? ദെൻ അതിനൊക്കെ ശേഷം ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയിട്ടുള്ള നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ ഇടയിൽ സായി ഒരു മണ്ടനാണെന്ന് അറിഞ്ഞ് ബിഗ് ബോസ് തന്നെ കളിച്ചൊരു കളിയാണ്. ദെൻ സായിയോട് ചോദിച്ചു, സായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറഞ്ഞപ്പോ, എന്താ ബിഗ് ബോസ്, അല്ല സായിക്ക് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ തന്നെ എനിക്ക് തന്നുണ്ട്, ബിഗ് ബോസ് ഡയമണ്ട് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇതാണോ സായി ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്ന സീക്രട്ട്? അതെ, ഇതാണ് എന്റെ സീക്രട്ട്, ഡയമണ്ട് ഞാൻ പൊക്കിയിട്ടുണ്ട്, ഐ ആം സീക്രട്ട് ഏജന്റ്, ഞാൻ വിഷയമാണ്, വൻ വിഷയമാണ്. അപ്പൊ തന്നെ ബിഗ് ബോസ്, എന്റെ പൊന്ന് സായി ഇത് പറയാൻ പാടില്ലായിരുന്നു, ഇപ്പൊ തന്റെ ഗെയിമുകളെല്ലാം പൊളിഞ്ഞില്ലേ? ഈ ഒരു ഡയമണ്ട് ഞാൻ അവസാനം ചോദിക്കുന്ന സമയത്ത് ആരുടെ കയ്യിലാണോ അവർക്ക് മാത്രമേ അത് ഉപകരിക്കുള്ളൂ, ഇതൊന്നും ഇപ്പൊ പറയാൻ പാടില്ല സായി. അപ്പൊ തന്നെ പ്ലിങ്ങസ്യാനായി. അപ്പൊ തന്നെ, അല്ല ബിഗ് ബോസ് ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എല്ലാ കണ്ടസ്റ്റൻസിനും ഒരു വഴി ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. ഇനി മറ്റേത് കണ്ടസ്റ്റന്റിന് വേണമെങ്കിലും സായിയെ എങ്ങനെയെങ്കിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ ഒരു രത്നം കൈക്കലാക്കാനായിട്ട് സാധിക്കും. സായി ബാത്റൂമിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസിനൊക്കെ ഇറങ്ങുമ്പോഴോ ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ആരെങ്കിലൊക്കെ ആയിട്ട് അത് അടിച്ചു മാറ്റും. മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ദാസനും വിജയനും കേസ് കണ്ടുപിടിച്ചതുപോലെ എന്തോ ഭാഗ്യം കൊണ്ട് ഫ്രീസറിൽ നിന്ന് ആ ഒരു കല്ല് കിട്ടി. അതിനുശേഷം കാണിച്ചു വെച്ചതെല്ലാം ആന മണ്ടത്തരങ്ങളായിരുന്നു. ഇനി ആ കല്ല് എന്തൊക്കെയാണെങ്കിലും ആരെങ്കിലും ഒരാൾ അടിച്ചു മാറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം എല്ലാവരും കൂടി ശ്രമിക്കും, അവിടെ നിൽക്കുന്ന എല്ലാവരും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സായി എങ്ങനെയെങ്കിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ കല്ലടിച്ചു മാറ്റാനായിട്ട് അവരെ കൊണ്ട് സാധിക്കും. ഇത്ര മണ്ടനായി പോയല്ലോ. ബിഗ് ബോസ് ഒന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ കയ്യിൽ കല്ലുണ്ട്, ഐ ആം സീക്രട്ട് ഏജന്റ്, ഞാൻ എല്ലാ സീക്രട്ടുകളും കണ്ടുപിടിക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മാതിരി മാസ് കാണിച്ച് ഏറ്റവും അവസാനം ബിഗ് ബോസ് അത് പറയാൻ പാടില്ലായിരുന്നു സായി. മൂഞ്ചി പ്ലിങ്ങസിയായി. ഇനി എന്തൊക്കെ ആകുമെന്ന് കണ്ടു തന്നെ അറിയണം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം.